ഹായ് ഓൾ, പിക്ചേഴ്സ് Q7 പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളല്ല മാസങ്ങളായി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു DIY വീഡിയോ ആണ്, ഡു ഇറ്റ് യുവർ സെൽഫ്. അതായത് ഫോൾഡിങ് സ്റ്റൂൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനം. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഈ രീതിയിൽ ഫോൾഡ് ചെയ്യുന്ന സ്റ്റൂളാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തേക്ക് ഒരു തുണി തുന്നി പിടിപ്പിക്കും. അപ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്യും, ഇവിടെ ഇരിക്കാൻ കഴിയും. നല്ല കട്ടിയുള്ള തുണി തന്നെ ഉപയോഗിക്കണം. ഇതെങ്ങനെ ഈ സാധനം ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ 4 ഇഞ്ചിൻ്റെ GP പൈപ്പാണ്. അത് 3 മീറ്റർ വാങ്ങി ഈ പൈപ്പ്. അപ്പം ഈ വശവും ഒരേ അളവിൽ 4 പീസ് കട്ട് ചെയ്തെടുത്തു ആദ്യം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പോകുന്ന രീതിയിൽ ഈ ഉള്ളിൽ വരുന്ന പീസ് കുറച്ച് ചെറിയ പീസായിരിക്കും. പിന്നെ ഈ ഒരു പീസ് അങ്ങനെ ടോട്ടൽ 6 പീസാണ് കട്ട് ചെയ്തെടുത്തത്. ഇതെന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ബെൻഡാണ്. 4 ബെൻഡ് വാങ്ങി, ഈ ഭാഗത്തും ഉണ്ടായ സാധാരണ ജോയിൻ്റ് ചെയ്ത് വെൽഡിങ് ഷോപ്പിൽ പോയിട്ട് വെൽഡ് ചെയ്തെടുത്തു. പിന്നെ ഇവിടെ വരുന്നത് സ്ക്രൂ ആണ്, നെട്ടും ബോൾട്ടും ഇട്ടിട്ട് ഇവിടെ വെൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഫോൾഡിങ് കുറച്ച് ലൂസാക്കി വെക്കണം. ഫോൾഡ് ചെയ്യാൻ ഇങ്ങനെ സ്മൂത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഭാഗം പ്രത്യേകിച്ച് വെൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ലൂസായി പോകും, ഇളകി പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇതിന് നല്ലൊരു തിക്കായിട്ടുള്ള തുണി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. നമുക്കപ്പോൾ ഇതിന് ഇവിടെ ഒരു തുണി വെച്ച് കൊടുക്കണം, ഇവിടുന്ന് എടുത്തേക്ക്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു സഞ്ചിയാണ്, നമ്മളെ മോദിജീൻ്റെ ഒരു പഴയ സഞ്ചിയാണ്. അപ്പോൾ ഇത് മുറിച്ചിട്ട് നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇത് മുറിച്ചിട്ട് 2 ഭാഗത്തും കൂടി സൂചീനെ കൊണ്ട് ഇതേപോലെ തുന്നി പിടിപ്പിക്കുക. ഇങ്ങനെ ഇവിടെ തുന്നി കൊടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് ബാഗൊന്ന് ശരിയാക്കി എടുക്കാം. നമ്മൾ ഈ തുന്ന് കഴിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടി, ഇത്രത്തോളം ലെങ്ത്ത് പിന്നെ കിട്ടി. ഇപ്പോൾ നമ്മൾ 1 സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് അതേ സെയിം കളർ നൂലും ഒരു സൂചി എടുത്തിട്ടുണ്ട്. തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പുറ സൈഡ് തുന്നാം. അതേപോലെ തന്നെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ചെയർ ഏകദേശം തുന്നിക്കഴിഞ്ഞ് 2-3 സ്റ്റിച്ചും കൂടി കൊടുക്കണം, സ്ട്രോങ് ആണ് ഇരിക്കുമ്പോൾ. അപ്പോൾ നമ്മളെ ചെയറല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ക്യാമ്പിംഗ് സ്റ്റൂളാണ്. ക്യാമ്പിങ്ങിന് ഉപയോഗിക്കുന്ന, നമ്മൾ ട്രാവലൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണിത്. വളരെ സിമ്പിളാണ്, കാര്യമായ വർക്കും കാര്യമൊന്നും വന്നിട്ടില്ല. മൊത്തത്തിൽ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഈ പൈപ്പിന് 100 രൂപ ചിലവായി, അതുപോലെ തന്നെ ഈ ബെൻഡിന് 100 രൂപ ചിലവായി. പിന്നെ ഇതിന് ചിലവും കാര്യമൊന്നുമില്ല. അങ്ങനെ വെൽഡിങ് ഷോപ്പിൽ ഒരു 50 റുപ്യ, അങ്ങനെ 250 റുപ്യ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ടില്ലോ. ഇതിൻ്റെ മുകളിലൊന്ന് ഇരുന്ന് നോക്കാം നമുക്ക്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് ഇരിക്കാം. ഏത് ആംഗിൾ വേണമെങ്കിലും ഇരിക്കാം.